തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം, ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. അതായത് 22 പേരുടെ അതിദാരുണമായ മരണത്തിന് ഇടയാക്കിയിട്ടുള്ള താനൂർ ഒട്ടുംപുറം ബോട്ട് ദുരന്തത്തിൽ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുമ്പോൾ റൂൾ ഓഫ് ലോ നിലവിലുള്ള ഒരു രാജ്യത്ത് കൃത്യമായി നിയമപ്രകാരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിരവധി പിഴവുകളും അതുപോലെ തന്നെ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും നടത്തിയതാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഒന്നാമതായി പറയാനുള്ളത്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫിഷിംഗ് ബോട്ടായി രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള നൗഫൽ എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ പേരിൽ രജിസ്ട്രേഷൻ നിൽക്കുന്ന ഒരു ബോട്ട് അത് അൺഫിറ്റാണെന്ന് കണ്ട് യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് ഉപേക്ഷിച്ച ഒരു ബോട്ടിനാണ് ഈ അറ്റ്ലാന്റിക് ബോട്ടിൻ്റെ ഉടമസ്ഥൻ രജിസ്ട്രേഷൻ നൽകണമെന്നും അത് ഒരു പാസഞ്ചർ ക്യാരിയിങ് ബോട്ട്, ടൂറിസ്റ്റ് ബോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചത്. ഇതിൽ പ്രധാനമായും അട്ടിമറികൾ നടന്നിട്ടുള്ളത്, ഈ ബോട്ട് ഉടമസ്ഥൻ്റെ അപേക്ഷ ബേപ്പൂർ പോർട്ട് ഓഫീസിൽ കിട്ടിയ സമയത്ത് തന്നെ അവർ കൃത്യമായി ഈ ബോട്ട് മുൻകൂർ അപേക്ഷയും അതുപോലെ തന്നെ ഇൻലാൻഡ് വെസൽസ് ആക്ട് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിർമ്മാണം പൂർത്തിയാക്കാത്തൊരു ബോട്ടുമായിട്ടുള്ളതിനാൽ ഇതിന് ഒരു തരത്തിലും പെർമിഷനോ സർവേയോ രജിസ്ട്രേഷനോ നടത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 7/2/2023 കേരള മാരിടൈം സിഇഒക്ക് വളരെ കൃത്യമായിട്ട് കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതായത് ആദ്യം കാര്യങ്ങൾ ശരിയായ രീതിയിലാണ് നടന്നു പോയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് പിന്നെ ഉണ്ടായതാണ് അട്ടിമറി. ഈ കത്ത് അവിടെ ലഭിച്ചതിന് ശേഷം കേരളത്തിലെ ബോട്ടുകൾ രജിസ്റ്റർ ചെയ്യുന്ന പ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് മാരിടൈം ബോർഡ് കേരള, അദ്ദേഹം 28/2/2023 അതായത് ഈ ദുരന്തം ഉണ്ടാവുന്നതിൻ്റെ 3 മാസങ്ങൾക്ക് മുൻപ് കേവലം 10,000 രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് ഈ ബോട്ട് അതിൻ്റെ സർവേ ചെയ്യാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കാനും ഇതിന് രജിസ്ട്രേഷൻ അനുവദിക്കാനും വേണ്ടുന്ന നിർദ്ദേശം യഥാർത്ഥത്തിൽ താഴെയുള്ള ഓഫീസർമാർക്ക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയുണ്ടായി. ഈ ഓർഡറാണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. ഈ പറയുന്ന സലീം കുമാർ എന്ന് പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ, അതായത് ഫിഷിംഗ് പർപ്പസിന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ടോട്ടലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു ബോട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ തള്ളുന്നതിന് പകരം
അദ്ദേഹം 10,000 രൂപ ഈടാക്കിക്കൊണ്ട് സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് നിർദ്ദേശം കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ഇങ്ങനെയൊരു ഉത്തരവ് പാസ്സാക്കാൻ യഥാർത്ഥത്തിൽ അധികാരമുണ്ടായിരുന്നില്ല. ഈ പോർട്ട് ഓഫ് രജിസ്ട്രി ആയി അന്ന് ജോലി വഹിച്ചിരുന്ന എബ്രഹാം വി കുര്യാക്കോസ്, അദ്ദേഹമാണ് കേരളത്തിലെ മുഴുവൻ ബോട്ടുകൾക്കും രജിസ്ട്രേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും അതിൻ്റെ ഫോർമാലിറ്റീസും കൈകാര്യം ചെയ്യുന്ന ആലപ്പുഴയിലെ ഓഫീസർ. ഞാൻ അദ്ദേഹം ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ കൊടുത്ത മൊഴിയൊന്ന് നിങ്ങളുടെ അറിവിലേക്ക് വായിക്കാം. ക്രമവിരുദ്ധമായ നിർമ്മാണം നടപടികൾ ക്രമവൽക്കരിക്കുവാൻ CEO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നത് 11/7/2024 അതായത് ഈ ഉത്തരവ് നിലവിൽ വരുന്നത് 11/7/2024. ആ ഉത്തരവ് നിലവിൽ വരുന്നതിന് മുൻപാണ് ക്രമവിരുദ്ധമായി നിർമ്മിച്ചിട്ടുള്ള ടോട്ടലി അൺഫിറ്റ് ഫോർ എനി പർപ്പസ് ആയിട്ടുള്ള ഒരു ബോട്ടിന് സർവേയും രജിസ്ട്രേഷൻ നടപടികളും പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2023 ഫെബ്രുവരി മാസം 28 മെരിടൈം ബോർഡ് CEO ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിനെ കുറിച്ച് പോർട്ട് ഓഫ് രജിസ്ട്രി എബ്രഹാം വി കുര്യാക്കോസ് പറയുന്നതിൻ്റെ ബാക്കി കൂടെ നിങ്ങളൊന്ന് അറിയണം. 11/7/2024 പ്രസ്തുത ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങുന്നതിന് മുൻപായി 28/2/2023 നാസറിൻ്റെ അറ്റ്ലാന്റിക് ബോട്ടിൻ്റെ അനധികൃത നിർമ്മാണം ക്രമവൽക്കരിക്കുവാൻ എനിക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. CEOയുടെ മേൽപ്പടി നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് ഞാൻ 6/3/2023 ബേപ്പൂർ സീനിയർ പോർട്ട് കൺസർവേറ്റർക്ക് കത്തയച്ചത്. അതായത് ഗവൺമെൻറ് ഈ ബോട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് ബോട്ടുകൾ അനധികൃതമായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിക്കൊണ്ട് കേരള സർക്കാർ ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നത്. അതിൻ്റെയും ഒരു വർഷം മുൻപാണ് ഇദ്ദേഹം, അതായത് മെരിടൈം ബോർഡിൻ്റെ CEO നിയമം നടപ്പാക്കേണ്ട, ആ നിയമം കൃത്യമായി നടപ്പിൽ വരുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ, അതായത് വേലി തന്നെ വിള തിന്നുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും വളരെ കൃത്യമായിട്ടുള്ള വീഴ്ചയാണ്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അധികാരം ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല. നിയമത്തിലും അങ്ങനെ ഫൈൻ ഇമ്പോസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ബോട്ട് ക്രമവൽക്കരിച്ചുകൊണ്ട് സർവീസ് നടത്താനുള്ള പെർമിഷൻ കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ എവിടെയും നിലവിലുള്ള ഒരു നിയമം ഇല്ലാത്ത സാഹചര്യത്തിലാണ് കേരള സർക്കാർ 11/7/2024 ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതായത് ഇല്ലാത്ത അധികാരം ഈ ബോട്ട് ഓണർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ആര് ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു? ആരാണ് അതിന് അധികാരം കൊടുത്തിട്ടുള്ളത്? ആർക്കാണ് അങ്ങനെ ഒരു ചട്ടവും വകുപ്പും ഒന്നുമില്ലാത്ത, റെഗുലറൈസ് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരു നിർമ്മാണം ക്രമവൽക്കരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമുള്ള ആർക്കുമില്ല. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ കൈ കഴുകിയിട്ട് പോവാൻ കഴിയില്ല. കാരണം 22 പേരുടെ അതിദാരുണമായിട്ടുള്ള മരണമാണ് ഉണ്ടായിട്ടുള്ളത്. ആ മരണത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ബോട്ട് ഓണർക്കും അതിലെ ജീവനക്കാർക്കും പങ്കുള്ള പോലെ തന്നെ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്, ഇതിൻ്റെ എല്ലാ മെക്കാനിസവും തെറ്റിച്ചുകൊണ്ട് കംപ്ലീറ്റ് സർവത്ര നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഈ ബോട്ടിന് ഫിറ്റ്നസ്സും അതുപോലെ തന്നെ രജിസ്ട്രേഷനും സർവേയും ഒക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ബോട്ട് യഥാർത്ഥത്തിൽ അവിടെ ലാൻഡ് ചെയ്യുന്നതിനും പുറപ്പെടുവിക്കുന്നതിനും, അതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഇതിൻ്റെ സർവീസ് അവസാനിപ്പിക്കുന്നതിനൊക്കെ തന്നെ കടലിനോടും അതുപോലെ തന്നെ പൂരപ്പുഴയോടൊക്കെ ചേർന്നിട്ടൊരു ജെട്ടി നിർമ്മിച്ചതായിട്ട് നിങ്ങൾ ആ സമയത്ത് അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ആ ജെട്ടിയുടെ നിർമ്മാണത്തിനും കേരള മെരിടൈം ബോർഡാണ് അനുവാദം കൊടുക്കേണ്ടത്. അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണം, അവർ അനുവാദം കൊടുക്കണം. ആ അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ വെരിഫിക്കേഷൻ നടത്തണം. ഒന്നും നടന്നിട്ടില്ല. ഈ മെരിടൈം ബോർഡിൻ്റെ അനുവാദം കൂടാതെ അങ്ങനെ ഒരു ജെട്ടിയോ വാർഫോ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ തീരത്തോട് ചേർന്ന് നടത്തി കഴിഞ്ഞാൽ
അതിനെതിരെ നടപടി എടുക്കാനുള്ള അധികാരവും മെരിടൈം ബോർഡിനാണ്. ഈ പറയുന്ന ഒരു കാര്യവും അവിടെ പ്രോപ്പറായിട്ട് നടപ്പാക്കാത്ത, അതല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ആര് സൃഷ്ടിച്ചു? അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി എല്ലാം ഡീറെയിൽ ചെയ്ത് ഇങ്ങനെയൊരു ബോട്ട് അവിടെ സർവീസ് നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഈ ഒരു വസ്തുത യഥാർത്ഥത്തിൽ ഇത് പ്രോപ്പറായിട്ട് വെരിഫിക്കേഷൻ നടത്തി കൃത്യമായിട്ട് ഇത് പരിശോധിച്ച് അൺഫിറ്റ് ഫോർ എനി കൈൻഡ് ഓഫ് സർവീസ് ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യുന്നതിന് പകരം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു ഉദ്യോഗസ്ഥനോ ഗവൺമെൻറ്റിനോ തന്നെ ആ സമയത്ത് ഇത്തരം നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാൻ അധികാരമില്ല എന്ന ഒരു സാഹചര്യവും നിയമവും നിലനിൽക്കെ അത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ബോട്ട് ഉടമസ്ഥൻ വിചാരിച്ചാൽ മാത്രം സാധിക്കില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ തെറ്റായിട്ട് പ്രോസസ്സ് ചെയ്തു, തെറ്റായ തീരുമാനങ്ങൾ എടുത്തു, തെറ്റായ രീതിയിൽ റെഗുലറൈസ് ചെയ്തു, അതുപോലെ തന്നെ ഫൈൻ ഈടാക്കാൻ മാത്രം വകുപ്പുള്ള ഒരു കാര്യത്തിൽ ഫൈൻ ഈടാക്കിക്കൊണ്ട് അത് ക്രമവൽക്കരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തു. ഈ പറയുന്ന നിർദ്ദേശം കൊടുത്തത് തെറ്റാണ്, അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകാൻ മേൽ ഓഫീസർക്ക് അധികാരമില്ല. ആ അധികാരമില്ലാത്ത ഓഫീസർ മേൽ ഓഫീസർ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ഉത്തരവ് അനുസരിക്കേണ്ടി വന്നത് എന്ന് പോർട്ട് ഓഫ് രജിസ്ട്രി തന്നെ വളരെ കൃത്യമായിട്ട് മൊഴി കൊടുത്തിരിക്കുക. ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച വളരെ വ്യക്തമാണ്. ആരാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ട ഒരു വസ്തുത. യഥാർത്ഥത്തിൽ താനൂർ നഗരസഭ ഒരു പെർമിഷനും ഈ പറയുന്ന ബോട്ട് ഉടമസ്ഥന് നൽകിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് നഗരസഭാ സെക്രട്ടറി 17/6/2023 ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു ലെറ്ററാണ്. ഞാൻ വായിക്കാം, താങ്കളുടെ അറിവിലേക്കും മറ്റുമായിട്ടത് വായിക്കാം. താനൂർ നഗരസഭ രേഖകൾ ഓഫീസ് രേഖകൾ പരിശോധിച്ചതിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് എന്ന ബോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാംസ്കോ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തുന്നതിന്, ദാറ്റ് മീൻസ് ഈ കമ്പനിയാണ് ആ ബോട്ട് നടത്തിയിരുന്നത്, നഗരസഭ പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല എന്ന വിവരം റിപ്പോർട്ട് ചെയ്തു കൊള്ളുന്നു. പിന്നെ അതിന് പുറമെ നഗരസഭയിൽ ഈ പറയുന്ന ബോട്ട് ഉടമസ്ഥൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് 18/1/23 അതായത് മെയ് മാസം 7-ാം തീയതിയാണ് ഈ പറയുന്ന അപകടം ഉണ്ടായത്. അപ്പോൾ 18/1/2023 അപേക്ഷ കൊടുത്തപ്പോൾ ആ അപേക്ഷ കിട്ടി 5-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് നഗരസഭ മറുപടിയും കൊടുത്തിട്ടുണ്ട്. വെറും 5 ദിവസത്തിനുള്ളിൽ താനൂർ നഗരസഭയിലെ തൂവൽ തീരത്തോട് ചേർന്ന് ഹൗസ് ബോട്ട് സ്ഥാപിക്കുന്നതിന് താങ്കൾ സമർപ്പിച്ച അപേക്ഷയിൽ, അതായത് അപേക്ഷ പോലും തെറ്റാണ്. ഹൗസ് ബോട്ട് സ്ഥാപിക്കാനാണ് അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നത്. ഹൗസ് ബോട്ട് സ്ഥാപിക്കാനുള്ള അപേക്ഷ ഒന്നും നഗരസഭയിലല്ല കൊടുക്കേണ്ടത്. ആ കാര്യം നഗരസഭയുടെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ പോലും തെറ്റായ ഒരു അപേക്ഷയാണെങ്കിൽ പോലും ആ അപേക്ഷയിന്മേൽ ടൂറിസം വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണെന്ന് കാണുന്നതിനാൽ താങ്കൾ ടൂറിസം വകുപ്പിന് അപേക്ഷ സമർപ്പിക്കുന്നതാണ് ഉചിതമെന്ന് അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നഗരസഭ യാതൊരു തരത്തിലുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളത് നഗരസഭാ സെക്രട്ടറി വളരെ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. നഗരസഭയ്ക്ക് ഈ ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ട് യാതൊരു അനുമതി പത്രങ്ങളോ അതല്ലെങ്കിൽ ലൈസൻസോ ഒന്നും തന്നെ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ട് കൊടുക്കേണ്ടതാണ്. ബോട്ട് ജെട്ടിയുടെ നിർമ്മാണത്തിന് പെർമിഷൻ വാങ്ങേണ്ടത് കേരള മെരിടൈം ബോർഡിൻ്റെ കയ്യിൽ നിന്നാണ്. അവരാണ് അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തി അത് ഫിറ്റായിട്ടുള്ള സ്ഥലത്താണോ കൺസ്ട്രക്ഷൻ നടത്തുന്നത് എന്ന കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെർമിഷൻ കൊടുക്കേണ്ടതും നിഷേധിക്കേണ്ടതും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടതും ഫൈൻ ഇമ്പോസ് ചെയ്യേണ്ടതും എല്ലാം അവരാണ്. മെരിടൈം ബോർഡ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ആക്ടിൽ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും നഗരസഭയുടെ ചുമതലയായിട്ട് പറയുന്നില്ല. ഓ ഓ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ഈ പൂരപ്പുഴയുടെ അഴിമുഖത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ പൂരപ്പുഴയുടെ പാലമുണ്ട്, അതായത് തിരൂർ പരപ്പനങ്ങാടി റോഡ്
വരുന്ന ആ പാലത്തിൻ്റെയും കുറച്ചും കൂടെ കിഴക്ക് ഭാഗമായിട്ട് മാറി വരുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ്. നിങ്ങൾക്ക് മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതൊന്നും നഗരസഭയുടെ കീഴിലല്ല. അതെ 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 ആ വിഷയത്തിൽ അതിൽ യഥാർത്ഥത്തിൽ ഒരു കേവലമായ വോയിസ് ക്ലിപ്പ് മാത്രം കേൾപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഉണ്ടായ കാര്യങ്ങൾ പറയാതെ നമ്മൾ മെറ്റീരിയൽ ഫാക്ട്സ് കൂടെ പറയണം. ഞാൻ ഒരു സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ ഒരു മുന്നണിയെയോ ഒന്നും ബ്ലെയിം ചെയ്തിട്ടല്ല ഇത് പറയുന്നത്. അവിടെ ഈ ബോട്ട് സർവീസ് നടത്താൻ തുടങ്ങിയ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, അവിടെ ഒരു കൗൺസിലർ മിസ്റ്റർ നിസാമുദ്ദീൻ ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ താനൂർ പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചറിയിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഈ ക്ലിപ്പും അതുപോലെ തന്നെ ഈ ഡയലോഗ്സൊക്കെ വരുന്നതിൻ്റെ മുൻപ് തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ ബോട്ട് ദുരന്തം ഉണ്ടായ പ്രദേശത്തെ ജനപ്രതിനിധിയായിട്ടുള്ള നിസാമുദ്ദീൻ വളരെ കൃത്യമായിട്ട് ഇത് പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസ് ഒരു ദിവസം സർവീസ് നിർത്തി വെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അതായത് ഓൺലി 1 ഡേ. പിറ്റേ ദിവസം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അതായത് ഞാൻ ഈ വായിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ, ഐ ആം നോട്ട് റീഡിങ് നോട്ട് ഫ്രം എനി കൈൻഡ് ഓഫ് പേപ്പർ, അതായത് ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ അദ്ദേഹം കൊടുത്തിട്ടുള്ള മൊഴിയാണ്. അതിൽ കൃത്യമായിട്ട് 2ാമത്തെ ദിവസം ഇത് പിന്നെ ഓടിക്കാൻ തുടങ്ങി. അതായത് പോലീസിൽ പരാതി കൊടുത്തു, ഒരു ദിവസം നിർത്തിവെപ്പിച്ചു. 2ാമത്തെ ദിവസം ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും പോലീസിനെ വിളിച്ചു, വീണ്ടും കോണ്ടാക്ട് ചെയ്യാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ശരി, പാർട്ടി ഇല്ലാത്തൊരാളാണെങ്കിലും ശരി, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തികഞ്ഞ ജാഗ്രതയോടുകൂടി അദ്ദേഹം ബന്ധപ്പെട്ട ഓഫീസർമാർ, അതായത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനും അതിനകത്ത് വയലേഷൻ വരേണ്ടതിനും കൃത്യമായിട്ട് നടപടിയെടുക്കാൻ അധികാരമുള്ളത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. അതായത് ഒരു ബോട്ട് ഓവർലോഡായിട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും, സമയക്രമം പാലിക്കാതെ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും, നിയമലംഘനം നടത്തിയിട്ട് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അതിനെല്ലാം നടപടിയെടുക്കാൻ ആ സമയത്ത് നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ബാധ്യസ്ഥരായിട്ടുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. മെറൈൻ ഡിപ്പാർട്ട്മെൻറ്റിനും പോർട്ടിനും അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ നടപടിയെടുക്കാം. പക്ഷേ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഒരു ദിവസം പിടിച്ചു നിർത്തിയിട്ട് 2ാമത്തെ ദിവസം തൊട്ടിട്ട് വീണ്ടും ഓടാൻ അനുവദിച്ചു. അദ്ദേഹം വീണ്ടും വിളിച്ചു. താങ്കൾ പറഞ്ഞ പ്രകാരം നഗരസഭയുടെ ഭാഗമായിട്ടുള്ള കൗൺസിലർ വീണ്ടും വിളിച്ചു. അപ്പോൾ പേപ്പറെല്ലാം പരിശോധിച്ചിട്ട് എല്ലാം ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓടാൻ സമ്മതിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്. അതാണ് കമ്മീഷൻ മുമ്പാകെ വന്നിട്ടുള്ള മൊഴി. പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ തരത്തിൽ തന്നെയാണ്, ഞങ്ങൾ യോഗം വിളിച്ചു, ഞങ്ങളത് പരിശോധിച്ചു, ഞങ്ങളതെല്ലാം പ്രോപ്പറാണെന്ന് കണ്ടിട്ട് ഓടാൻ അനുവദിച്ചു എന്നാണ് അന്നത്തെ SHOയും കമ്മീഷൻ മുമ്പാകെ പറഞ്ഞത്. പക്ഷേ ഒരു രേഖയും കോടതി മുമ്പാകെ പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഏറ്റവും ഗൗരവമായിട്ട് കാണേണ്ടത് ഈ നടപടിയെടുത്തു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ രേഖ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, കമ്മീഷനിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു. ആ രേഖ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തൃശ്ശൂർ റേഞ്ച് DIG മിസ്റ്റർ ഹരിശങ്കർ അവിടെ പരിശോധിച്ചിട്ട് അവിടെ ഒരു രേഖയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് വീഴ്ച എന്നുള്ള വളരെ വ്യക്തമാണ്. എങ്ങനെ? അല്ല, പോലീസിനെ അറിയിച്ചു. അതായത് ഈ പറയുന്ന ഈ കോൺവെർസേഷൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ മുൻപും അതിനു ശേഷവും നഗരസഭയുടെ ബന്ധപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിനെ ഈ കാര്യം ഇൻറ്റിമേഷൻ കൊടുത്ത് അറിയിച്ചിട്ടുണ്ട്. എങ്ങനെ? അല്ല, അവരൊക്കെ വാക്കാലാണ് അറിയിച്ചിട്ടുള്ളത്. വാക്കാൽ അറിയിച്ചാൽ പോലും പോലീസിൽ അത് കൃത്യമായിട്ട് ജനറൽ ഡയറിയിൽ, അതായത് ആംഗ്യ ഭാഷയിൽ പോലും ഒരു പരാതി അറിയിച്ചാൽ, ഒരാൾക്ക് സംസാരിക്കാനും അറിയില്ല, അയാൾക്ക് റിട്ടേൺ ആയിട്ടും കൊടുക്കാൻ അറിയില്ല എങ്കിൽ
നിയമപ്രകാരം കേരള പോലീസ് ആക്ടിലെ കൃത്യമായ വ്യവസ്ഥ അനുസരിച്ച് അതുപോലും രേഖപ്പെടുത്തപ്പെടണമെന്നാണ് അവിടെ എഴുതി വെക്കണം. പക്ഷേ അവിടെ ഒരു രേഖയില്ല. പരാതി കിട്ടിയില്ലെന്നോ അതല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചില്ലെന്നോ പരിശോധിച്ചില്ലെന്നോ പോലീസും പറഞ്ഞു. അത് ഈ പറഞ്ഞ നഗരസഭാ കൗൺസിലർമാരുടെയും ബന്ധപ്പെട്ട ചെയർമാൻ്റെയും ഒക്കെ ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ 6 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് കേരള സർക്കാർ പറഞ്ഞിരുന്നത്. അതിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലോസുകളെക്കുറിച്ചാണ് വിശദമായ അന്വേഷണവും തെളിവെടുപ്പും പൂർത്തിയാക്കിയതിന് ശേഷം 2012 ഡിസംബർ മാസത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് റിപ്പോർട്ട് കമ്മീഷൻ സമർപ്പിച്ചത്. പക്ഷേ 4 മാസം കഴിഞ്ഞു, ഒരു നടപടിയും അതിൽ വന്നിട്ടില്ല. അതെ അതെ ഓ ചെറിയൊരു പാർട്ടായിട്ടുള്ള പ്രസിദ്ധീകരിക്കുകയാണ്. ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ടാണ് സർക്കാർ സമർപ്പിക്കാനുള്ള ഓ അല്ല, ഒരേ സമയത്ത് എല്ലാവരും ചോദിച്ചാൽ എല്ലാത്തിനും മറുപടി പറയാൻ കഴിയില്ല. അതെ 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 ഫുള്ളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് കൊടുത്താൽ മാത്രമേ ഞങ്ങളിത് പുറത്തേക്ക് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നിയമത്തിനായതുകൊണ്ട് നിങ്ങളോട് അതാ ചോദിക്കുന്നത്. അതെ 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 അങ്ങനെ പിന്നീട് ഇത് 6 മാസം കൂടി ഇതിന് 6 മാസം കഴിഞ്ഞ് കമ്മീഷന് ഇനി കുറെ എടുക്കാത്തതുകൊണ്ട് എഴുതി കൊടുത്തില്ല. അതെ, അതിനൊക്കെ ഗവൺമെന്റിന് അധികാരമുണ്ട്. അത് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഈ പാർട്ട് 1 കൊടുത്താൽ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പുറത്തു വിടുന്നതാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടാണ് പുറത്തുള്ളത് എന്നുള്ള ഒരു ചർച്ചയും വരും. അല്ല, അതായത് ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലോസുകളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തി തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി നേരത്തെ ഗവൺമെൻറ്റിന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 22 പേര് മരണപ്പെട്ട ഒരു ദുരന്തമാണ്. അതിൽ വേണമെങ്കിൽ ഗവൺമെൻറ്, അതായത് ഞാൻ വേണമെങ്കിൽ എന്നുള്ള കൃത്യമായിട്ട് പറയുന്നത്, മുഴുവൻ റിപ്പോർട്ട് കിട്ടിയിട്ടേ എല്ലാ നടപടികളും എടുക്കുകയുള്ളൂ എന്ന ഒരു സമീപനം ഒരു കാലത്തും ഒരു ഗവൺമെൻറ്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഗവൺമെൻറ്റിന് ഈ പറയുന്ന നിയമപ്രകാരം, അതായത് കമ്മീഷൻ്റെ ഉദ്ദേശം തന്നെ 1ഉം 2ഉം ക്ലോസുകളുടെ അന്വേഷണം പൂർത്തിയാക്കി വേഗത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കമ്മീഷൻ ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്, ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നടപടി വരണം. പക്ഷേ 4 മാസമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് നടപടിയില്ല. കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് നടപടി എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്മീഷനും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമ്മളിതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് എയിമും പബ്ലിക്കിന് ജസ്റ്റിസ് കിട്ടണം എന്നുള്ളതാണ്. 4 മാസം മുൻപ് ഇതിൻ്റെ കാരണക്കാരാണ് ആരാണ്, ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം. ഞാൻ ഈ പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങളെയും വ്യക്തികളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാ ഗവൺമെൻറ് ഓർഡർ സൈറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വസ്തുതകളെക്കുറിച്ച് ഗവൺമെൻറ് മുൻപാകെ കമ്മീഷൻ, ബഹുമാനപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് ഇനി ഭാവിയിൽ ഈ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് പിന്നീട് ഗവൺമെൻറ് പരിഗണിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതെ 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 പക്ഷെ മിക്ക ആളുകൾക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് മറ്റു മറുവശത്ത് പറയുന്നത്. അതെ, കളക്ടറുമായി ബന്ധപ്പെടാന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ജാബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് പുള്ളിയുടെ മക്കൾക്ക് ചികിത്സാ ധനസഹായം ലഭിച്ചിട്ടില്ല, കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളത്. എത്ര ആളുകൾക്ക് ചികിത്സാ ധനസഹായം കിട്ടാത്തത്? യഥാർത്ഥത്തിൽ ഈ അപകടം ഉണ്ടായ ഉടനെ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ അന്ന് പരിക്ക് പറ്റിയ ആളുകൾക്കും, മരിച്ച ആളുകൾക്ക് മുഴുവനായും പരിക്ക് പറ്റിയ ആളുകൾക്ക് ഭാഗികമായും കോമ്പൻസേഷൻ, അതായത് ചെറിയൊരു തുക അനുവദിച്ച് നൽകിയിരുന്നു. അതൊരു ഫാക്റ്റാണ്. പക്ഷേ പിന്നീടാണ് ആ വിഷയത്തിൽ നിർഭാഗ്യകരമായ ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും കളക്ടറെ സമീപിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഗവൺമെൻറ്റിൽ നിന്ന് തീരുമാനം വരട്ടെ, അതായത് എന്നോട് ഈ ബന്ധപ്പെട്ട ചികിത്സ തേടുന്ന
കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞതാണ്. അവർ ആപ്ലിക്കേഷൻ കമ്മീഷനിലും കൊടുത്തിട്ടുണ്ട്. കളക്ടർ അദ്ദേഹം എടുത്ത സമീപനം ഗവൺമെൻറ്റിൽ നിന്ന് തീരുമാനം വരട്ടെ എന്നാണ്. അങ്ങനെ ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കെല്ലാം അപേക്ഷ അയച്ചു. കളക്ടറുടെ ഫണ്ടിലേക്ക്, അതായത് ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്പറൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ കളക്ടറെ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. വീണ്ടും കളക്ടർ അവർ കാണാൻ ചെന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, അതായത് പലർക്കും കഴുത്ത് പോലും നേരെ ചൊവ്വേ, കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല. രക്ഷകർത്താക്കൾ തന്നെ അവർ പിന്നെ കൊണ്ടു നടക്കണം സദാസമയം. ഈ പറയുന്ന ആളുകൾ വീണ്ടും ജില്ലാ കളക്ടർ, ആ സമയത്തുണ്ടായിരുന്ന കളക്ടറെ കണ്ടപ്പോൾ കളക്ടർ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇതിൻ്റെ ചികിത്സ നടത്തിയതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഹാജരാക്കൂ എന്നാണ്. എങ്ങനെ അവർക്ക് ഹാജരാക്കാൻ കഴിയുക? കാരണം ചികിത്സ നടത്തണമെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാവണം. അതിനൊന്നും സൗകര്യമില്ലാത്ത വളരെ വളരെ പാവപ്പെട്ട, അതായത് BPL എന്നൊക്കെ നമ്മളൊരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏറ്റവും താഴേക്കിടയിലുള്ള മര്യാദക്ക് വീടുകൾ പോലും ഇല്ലാത്ത ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് വല്ല കാശും ഈ പറഞ്ഞ ആരെങ്കിലുമൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് അവർക്ക് വീടുകൾ. ഒരു ചികിത്സാ സഹായവും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ വസ്തുത. അല്ലാണ്ട് അവർക്കൊന്നും തന്നെ ഈ കാശ് കിട്ടാത്തതിൻ്റെ പേരിലൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.